ഹായ്. അപ്പോൾ നമ്മളിന്ന് 30th January 2024 മോർണിംഗ് സെഷൻ നടന്ന ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷനാണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ എക്സാമൊക്കെ എഴുതി കഴിഞ്ഞവരാണ്, ഓൾറെഡി നിങ്ങൾക്ക് ക്വസ്റ്റിൻ്റെ ആൻസർ കാര്യങ്ങളൊക്കെ കിട്ടി കാണുമായിരിക്കും. എന്നിരുന്നാലും നമ്മൾ ആ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടെ ജസ്റ്റ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ എയിലെ നമ്മുടെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഗിവൺ ബിലോ ആ 2 സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റൻ ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് 1, ദ ഗ്യാസ് ലിബറേറ്റഡ് ഓൺ വാമിംഗ് എ സോൾട്ട് വിത്ത് എ ഡൈല്യൂട്ട് H2SO4 ടേൺ എ പീസ് ഓഫ് പേപ്പർ ഡിപ്ഡ് ഇൻ ലെഡ് അസറ്റേറ്റ് ഇൻ ടു ബ്ലാക്ക്. ഇറ്റ് ഈസ് എ കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ ദ സൾഫൈഡ് അയോൺ എന്നാണ്. യെസ്, ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. അതിന് കാരണം നമുക്കറിയാം, ഇപ്പോൾ നമുക്ക് സൾഫൈഡ് അയോൺ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ എടുക്കുമ്പോൾ നമുക്ക് Na2S എടുക്കാം. Na2S ഈസ് ട്രീറ്റഡ് വിത്ത് നമുക്ക് H2SO4. നമുക്കവിടെ കിട്ടുന്നത് നമുക്ക് H2S ഗ്യാസ് കിട്ടും. H2S ഗ്യാസ് പിന്നെ എന്താ കിട്ടുക, Na2SO4 കിട്ടും. ഇനി അസറ്റേറ്റ്, ഇപ്പോൾ നമുക്ക് ലെഡ് അസറ്റേറ്റ് എടുക്കുകയാണെങ്കിൽ CH3 COO ട്വൈസ് PB ലെഡ് അസറ്റേറ്റ്. ഇത് നമുക്ക് H2S പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്ന PBS എന്ന് പറയുന്ന ലെഡ് സൾഫൈഡ്. ഇതാണ് നമ്മുടെ അവിടെ കിട്ടുന്ന പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുക. നമ്മുടെ ലെഡ് അസറ്റേറ്റ് ഇൻറ്റു എ ബ്ലാക്ക് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് കിട്ടുന്നത് നമുക്ക് ലെഡ് അസറ്റേറ്റ് ആണ്, സോറി ലെഡ് സൾഫൈഡ് ആണ്. ഇതാണ് നമ്മുടെ ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് അസറ്റിക് ആസിഡ് CH3 COH നമുക്ക് കിട്ടും. യെസ്, അപ്പോൾ തീർച്ചയായിട്ടും അത് അതിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റ് തന്നെയാണ്. ദ ഗ്യാസ് ലിബറേറ്റഡ് ഓൺ വാമിംഗ് എ സോൾട്ട് വിത്ത് ഡൈല്യൂട്ട് H2SO4 turn a piece of paper dipped in lead acetate into black. It is a confirmatory test for the sulfide ion. That's a correct one. Confirmatory test for the sulfide ion ആണ്. അതാണ് ബ്ലാക്ക് precipitate ആയിട്ട് നമുക്ക് കിട്ടുക. ഓക്കെ, ഇനി സ്റ്റേറ്റ്മെൻറ്റ് 2 തന്നിരിക്കുന്നത് in statement 1, the color of the paper turns black because of the formation of a lead sulfite എന്നാണ് തന്നിരിക്കുന്നത്. അത് ലെഡ് സൾഫൈറ്റ് അല്ല, ലെഡ് സൾഫൈഡ് ആണ്. ഓക്കെ, ലെഡ് സൾഫൈറ്റ് അല്ല, ലെഡ് സൾഫൈഡ് ആണ്. സോ സ്റ്റേറ്റ്മെൻറ്റ് 2 ഇൻകറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ഇൻകറക്റ്റ് ആണ്. സോ കറക്റ്റ് ആൻസർ എന്താ വരിക? സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ട്രൂ ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഫോൾസ്. ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 3. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 62. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു ആസിഡ് ക്ലോറൈഡ് ആണ്. നിങ്ങൾക്ക് ഈ ഒരു റിയേജൻറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടേണ്ടതാണ്. ആസിഡ് ക്ലോറൈഡ് നമ്മുടെ ആൽഡിഹൈഡ് ആക്കി മാറ്റുകയാണ്. ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് റോസൻബർഗ് റിഡക്ഷൻ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ആസിഡ് ക്ലോറൈഡ് ടു ആൽഡിഹൈഡ് ആണ്. ഈ പർട്ടിക്കുലർ റിയേജൻറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇത് റോസൻബർഗ് റിഡക്ഷൻ ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1. ദിസ് ഇസ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 63. Sugar which does not give a reddish brown precipitate with a filling solution. നമുക്കറിയാം ഹെമി അസറ്റാൽ ഗ്രൂപ്പ് ഇല്ലാത്ത ആൾ ഒരിക്കലും ഇത് റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് തരില്ല. സോ ദ കറക്റ്റ് ആൻസർ വരുന്നത് സൂക്രോസ് ആണ്. സൂക്രോസ് ഹെമി അസറ്റാൽ ഗ്രൂപ്പ് അവിടെ ആബ്സെൻ്റ് ആണ്. ലാക്ടോസിൻ്റെ കേസിലും ഗ്ലൂക്കോസിൻ്റെ കേസിലും മാൾട്ടോസിൻ്റെ കേസിലും ഈ പറയുന്ന റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് നമുക്ക് കിട്ടും. സോ റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് ആബ്സെൻ്റ് ആയിട്ടുള്ളത് ഫില്ലിംഗ് സൊല്യൂഷനുമായിട്ടുള്ള ടെസ്റ്റിൽ റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് തരാത്ത ആൾ സൂക്രോസ് ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1. ഓക്കെ, നെക്സ്റ്റ് 64. Given below are 2 statements. One is labeled as assertion capital A and the other is labeled as reason capital R. Assertion A തന്നിരിക്കുന്നു. There is a considerable increase in covalent radius from nitrogen to phosphorus. However, from arsenic to bismuth, only a small increase in the covalent radius is observed. നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിലെ P ബ്ലോക്ക് എലമെൻറ്റ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് ഈ റേഡിയസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേബിൾ നമുക്ക് തന്നിട്ടുണ്ട്. ആ ടേബിളിലെ വാല്യൂസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ പറ്റും. ദർ ഇസ് എ കൺസിഡറബിൾ ഇൻക്രീസ് ഇൻ കോവലന്റ് റേഡിയസ് ഫ്രം നൈട്രജൻ ടു ഫോസ്ഫറസ്. ഹവർ ഫ്രം ആർസെനിക് ടു ബിസ്മത്ത് ഓൺലി എ സ്മോൾ ഇൻക്രീസ് ഇൻ കോവലന്റ് റേഡിയസ്. നമുക്ക് ആ വാല്യൂസ് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. NCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന വാല്യൂസ് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ആ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മളൊരു എക്സെപ്ഷനായിട്ട് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുന്നതുമാണ്. ഓക്കെ, സോ അസേഷൻ കറക്റ്റ് ആണ്. ഇനി റീസൺ, കോവലന്റ് ആൻഡ് അയോണിക് റേഡിയൈ ഇൻ എ പർട്ടിക്കുലർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. ഓക്കെ, അത് പീരിയോഡിക് ടേബിളിലെ ജനറൽ പ്രോപ്പർട്ടിയാണ്. ഫ്രം ടോപ്പ് ടു ബോട്ടം ദ കോവലന്റ് ആൻഡ് അയോണിക് റേഡിയൈ ഇൻ എ പർട്ടിക്കുലർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻക്രീസസ്. ഓക്കെ, ദാറ്റ്സ് ഓൾസോ ട്രൂ. In the light of the above statement, choose the most appropriate answer from the options given below. ഇവിടെ both assertion and reason are true, but reason is not the correct explanation of assertion ആണ്. കറക്റ്റ് എക്സ്പ്ലനേഷൻ ആയിരുന്നെങ്കിൽ കണ്ടിന്യൂസ് നൈട്രജൻ ടു ബിസ്മത്ത് വരെ റേഡിയസ് ഗ്രാജുവലായിട്ട് ഡിക്രീസ് ചെയ്ത് വരണമായിരുന്നു.
ഇവിടുത്തെ പ്രശ്നം നൈട്രജനും ഫോസ്ഫറസും കഴിഞ്ഞ് പിന്നീടുള്ള ആൾക്കാരുടെ കേസിൽ കാര്യമായിട്ടുള്ള ഡിക്രീസിങ് സംഭവിക്കാത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത് പുവർ ഷീൽഡിംഗ് പവർ ഓഫ് ഡി ആൻഡ് എഫ് ഓർബിറ്റൽസ് ആണ്. ഓക്കെ, ഇത് രണ്ടും കറക്റ്റ് തന്നെയാണ്, പക്ഷേ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 2. ഓക്കെ, രണ്ട് അസേഷനും റീസണും കറക്റ്റ് തന്നെയാണ്, പക്ഷേ അസേഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. നൈട്രജൻ ടു ഫോസ്ഫറസിൽ റേഡിയസ് ഡിക്രീസ് ചെയ്യും, പിന്നീട് കാര്യമായ ഡിക്രീസിങ് സംഭവിക്കാത്തതിൻ്റെ കാരണം പുവർ ഷീൽഡിംഗ് പവർ ഓഫ് ഡി ആൻഡ് എഫ് ഓർബിറ്റൽസ് ആണ്. അതല്ലല്ലോ അവിടെ റീസൺ ആയിട്ട് തന്നിരിക്കുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 2. ബോത്ത് അസേഷൻ ആൻഡ് റീസൺ ആർ ട്രൂ, ബട്ട് റീസൺ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേഷൻ. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 65. വിച്ച് ഓഫ് ദ ഫോളോയിങ് മോളിക്യൂൾ ഓർ സ്പീഷ്യസ് ഈസ് മോസ്റ്റ് സ്റ്റേബിൾ എന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും അറോമാറ്റിക് ആയിട്ടുള്ള സ്പീഷ്യസുകൾ മോർ സ്റ്റേബിൾ ആയിരിക്കും. ഇവിടെ 4n+2 പൈ ഇലക്ട്രോൺ ഒബേ ചെയ്തിരിക്കുന്നയാൾ ഓപ്ഷൻ നമ്പർ 1 ആണ്. സോ ദാറ്റ് ഈസ് ആൻ അറോമാറ്റിക് സ്പീഷ്യസ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1. ഓക്കെ, ഇത് വരുന്നത് നമുക്ക് ആൻറ്റി അറോമാറ്റിക് വരും, ഇത് നെഗറ്റീവ് ചാർജ് ആയിരിക്കാം, അങ്ങനെയാണെങ്കിൽ അതും അറോമാറ്റിക് ആകുന്നില്ല. ഇത് നോൺ അറോമാറ്റിക് സ്പീഷ്യസ് ആണ്. സോ അറോമാറ്റിക് ആയിട്ടുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ. 4n+2 പൈ ഇലക്ട്രോൺ റൂൾ ഒബേ ചെയ്യുന്ന അറോമാറ്റിക് ആയിട്ടുള്ള സ്പീഷ്യസ് ഇതാണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1. ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് 66. ഡയാമാഗ്നറ്റിക് ലാന്തനൈഡ് അയോൺസ് ആണെന്നാണ് ചോദ്യം. ലാന്തനൈഡ്സിനെ സംബന്ധിച്ച് ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ F0 അല്ലെങ്കിൽ F14 വരികയാണെങ്കിൽ അവർ ഡയാമാഗ്നറ്റിക് ആയിരിക്കും. ഒരാളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ F0 അല്ലെങ്കിൽ F14 വരികയാണെങ്കിൽ ദേ ആർ ഡയാമാഗ്നറ്റിക് ഇൻ ദ കേസ് ഓഫ് ലാന്തനൈഡ്സ്. ഓക്കെ, ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ F0 അല്ലെങ്കിൽ F14 വരുന്ന കേസ് ഡയാമാഗ്നറ്റിക് ആണ്. നിയോഡൈമിൻ 3+ൻ്റെ കേസിൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ F0 വരില്ല, F14 വരില്ല. യൂറോപ്യം 3+ൻ്റെ കേസിലും F0യോ F14ഓ നമുക്ക് കിട്ടില്ല. ലന്താനം 3+ൻ്റെ കേസിൽ തീർച്ചയായിട്ടും നമുക്ക് അൺപെയ്ഡ് ഇലക്ട്രോണിനെ കാണാൻ പറ്റില്ല. ലന്താനം എന്ന് പറയുന്നത് നമ്മുടെ ഡി ബ്ലോക്ക് എലമെൻ്റ് ആണ്. അവിടെ ലന്താനം 3+ൻ്റെ അകത്ത് അൺപെയ്ഡ് ഇലക്ട്രോണുകൾ ഒന്നും തന്നെ ഇല്ല. സോ ദാറ്റ്സ് എ ഡയാമാഗ്നറ്റിക്. ഇനി ഇതേപോലെ തന്നെയാണ് സീറിയം 4+ൻ്റെ കേസ്. സീറിയം ലാന്തനൈഡ് കാറ്റഗറിയിൽ വരുന്നയാളാണ്. സീറിയത്തിൻ്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 4f1 5d1 6s2 എന്നാണ്. സീറിയം 4+ ആയി കഴിയുമ്പോൾ 4 പോസിറ്റീവ് ചാർജ് കിട്ടിക്കഴിയുമ്പോൾ 4 ഇലക്ട്രോൺസ് അവിടെ നിന്ന് ലോസ് ചെയ്യും. 2 3 4. സോ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 4f0. F0 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വന്നാൽ ദേ ആർ ബിക്കം ഡയാമാഗ്നറ്റിക്. ഓക്കെ, ലന്താനം 3+ ഡി ബ്ലോക്ക് എലമെൻ്റ് ആണ്. 3 ഓക്സിഡേഷൻ നമ്പർ അറ്റൈൻ ചെയ്യുക, അല്ലെങ്കിൽ 3 പോസിറ്റീവ് ചാർജ് കിട്ടിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും പിന്നീട് അതിനകത്ത് അൺപെയ്ഡ് ഇലക്ട്രോൺ ഇല്ല, അത് ഡയാമാഗ്നറ്റിക് ആണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ സീറിയം 4+ൻ്റെ കേസിൽ അത് 4f0 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യുന്നു, അതും ഡയാമാഗ്നറ്റിക് ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 2. ഓക്കെ, നമ്മുടെ ഡി ആൻഡ് എഫ് ലോഗ് എലമെൻസിൽ നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 67. Aluminum chloride is acidified aqueous solution form an ion having geometry. Aluminum chloride in acidified aqueous solution. Aluminum chloride acidified aqueous solution അത് ഫോം ചെയ്യുന്ന കോംപ്ലക്സ് അല്ലേ. AlH2O 6 times 3+ എന്ന് പറയുന്ന കോംപ്ലക്സ് ആണ് ഫോം ചെയ്യുക. AlH2O 6 times 3+. അങ്ങനെയാണെങ്കിൽ അലുമിനിയം ക്ലോറൈഡ് ഇൻ അസിഡിഫൈഡ് അക്വസ് സൊല്യൂഷൻ ഫോം ആൻ അയോൺ ഹാവിംഗ് ദ ജോമെട്രി. ഇതാണ് കോംപ്ലക്സ് അയോൺ ആണ് ഫോം ചെയ്യുക. ഇതിൻ്റെ ജോമെട്രി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കോർഡിനേഷൻ നമ്പർ 6 ആണ് വരിക. നമ്പർ ഓഫ് ലിഗാൻഡ് 6, ഡെൻസിറ്റി 1 ആണ്. 6 × 1 ദാറ്റ്സ് ഈക്വൽ ടു 6 ആണ്. കോർഡിനേഷൻ നമ്പർ 6 ആണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ജോമെട്രി എന്ന് പറയുന്നത് ഒക്ടാഹൈഡ്രൽ ആയിരിക്കും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1. ദാറ്റ്സ് ആൻ ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സ്. ഇതാണ് ഇവിടെ ഫോം ചെയ്യുന്ന കോംപ്ലക്സ്. ദിസ് ഇസ് ആൻ ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സ്. കോർഡിനേഷൻ നമ്പർ 6 ആണ്. ഓക്കെ, യെസ്. Next question number 68. Given below are two statements. Statement 1. The orbitals having same energy are called degenerate orbitals. Yes, that's a correct statement. Same energy ഉള്ള ഓർബിറ്റൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡീജെനറേറ്റ് ഓർബിറ്റൽസ് എന്ന് പറയുക. ഇപ്പോൾ പിക്കകത്താണെങ്കിൽ PX, PY, PZ 3 പേർക്ക് സെയിം എനർജി, ദേ ആർ ഡീജെനറേറ്റ് ഓർബിറ്റൽസ്. ഡിയിലാണെങ്കിൽ DXY, DXZ, DYZ, DX² - Y², DZ², ഇങ്ങനെ 5 പേരുണ്ട്. 5 പേരുടെ എനർജി സെയിം ആണെങ്കിൽ ദേ ആർ നോൺ ആസ് ഡീജെനറേറ്റ് ഓർബിറ്റൽസ്. അതുകൊണ്ട് തന്നെ the orbitals having the same energy are called a degenerate orbital. Statement 1 is true. Okay, then statement 2. In hydrogen atom, 3p and 3d orbitals are not a degenerate orbital. No, അങ്ങനെ പറയാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിൽ 3p 3d ഓർബിറ്റൽസ് ഒന്നും അവിടെ ഇല്ല. അതിൻ്റെ അകത്തുനിന്ന് ഇലക്ട്രോണുകൾ ഫിൽഡ് അല്ല. അതുകൊണ്ട് തന്നെ ബാക്കി മുമ്പിലേക്കുള്ള ഓർബിറ്റൽസ് എല്ലാം സെയിം എനർജി ഉള്ള ആൾക്കാർ തന്നെയുണ്ട്. 3pയിലുള്ള 3 പേരുടെയും എനർജി സെയിം ആയിരിക്കും. 3dയിലുള്ള ആൾക്കാരുടെയും എനർജി സെയിം തന്നെയായിരിക്കും. പക്ഷേ അതിനകത്ത് ഇലക്ട്രോണുകളില്ല. ഓക്കെ, ദേ ആർ ഡീജെനറേറ്റ് ഓർബിറ്റൽസ് തന്നെയാണ്. നമുക്ക് ആ പേരിൽ വിളിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ ഇൻ ഹൈഡ്രജൻ ആറ്റം 3p and 3d ഓർബിറ്റൽസ് ആർ നോട്ട് ഡീജെനറേറ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് തന്നെ തെറ്റാണ്. കാരണം ഹൈഡ്രജൻ ആറ്റം 1 ഇലക്ട്രോൺ സിസ്റ്റമാണ്. 3p 3dയിലൊന്നും ഇലക്ട്രോണുകളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ തെറ്റാണ്. ഇൻ ഹൈഡ്രജൻ ആറ്റം 3p and 3d ഓർബിറ്റൽസ് ആർ നോട്ട് ഡീജെനറേറ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. ദാറ്റ്സ് എ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 incorrect ആണ്. In the light of the above statement, choose the most appropriate answer from the options given.
And other statement 1 is true, but statement 2 is false. So the correct answer is option number 1. Okay. The orbitals having the same energy are called a degenerate orbital. In hydrogen atom, 3p and 3d orbitals are not degenerated. That's an incorrect statement. So the correct answer is option number 1. Okay. Yes. Next question number 69. Example of vinyl halides. Vinyl halide എന്ന് പറയുമ്പോൾ halogen atom is directly attached to an sp2 hybridized carbon, sp2 hybridized aliphatic carbon. അല്ലേ, halogen atom is directly attached to sp2 hybridized aliphatic carbon. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ കാണാൻ സാധിക്കും ഇത് ഹാലജൻ ആറ്റം ഡയറക്റ്റ്ലി അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഇതൊരു sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റമാണ്. അലിഫാറ്റിക് കാർബൺ തന്നെയാണ്, അരോമാറ്റിക് കാർബൺ ഒന്നുമല്ല. സോ ഹാലജൻ ആറ്റം ഈസ് ഡയറക്ട്ലി അറ്റാച്ച്ഡ് ടു ആൻ sp2 ഹൈബ്രിഡൈസ്ഡ് അലിഫാറ്റിക് കാർബൺ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1. ദിസ് ഈസ് നോൺ ആസ് വിനൈൽ ഹാലൈഡ്. ഓക്കെ, ഇത് നമുക്ക് ഹാലജൻ ആറ്റം ഈസ് ഡയറക്ട്ലി അറ്റാച്ച്ഡ് ടു sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആണ്. ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹാലജൻ ആറ്റം ഈസ് ഡയറക്ട്ലി അറ്റാച്ച്ഡ് ടു അറൈൽ ഹാലൈഡിലേക്കാണ്. ഇതിനെ നമുക്ക് വിനൈൽ ഹാലൈഡ് എന്ന് വിളിക്കാൻ പറ്റില്ല. ഇവിടെ ഹാലജൻ ആറ്റം ഈസ് ഡയറക്ട്ലി അറ്റാച്ച്ഡ് ടു sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആണ്. അതും ആൻസർ ആകില്ല. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1. ഓക്കെ, നെക്സ്റ്റ് 70. ദ സ്ട്രക്ചർ ഓഫ് 4-methyl pent2-enol ഈസ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്ക് നമ്പർ ഇട്ട് നോക്കാം. നമ്പർ ഇടുകയാണെങ്കിൽ നമുക്ക് ഫംഗ്ഷണൽ ഗ്രൂപ്പ് നമ്പർ ഫസ്റ്റ് കൊടുക്കാം. 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5. ഇവിടെ നമുക്ക് വരുമ്പോൾ നമുക്ക് സ്ട്രക്ചർ 4-methyl വേണം. ഇവിടെ 1, 2, 3 methyl അപ്പോൾ ഇത് നമ്മുടെ ആൻസർ അല്ല. ഇനി ഇവിടെ നമുക്ക് നമ്പർ ഇടുകയാണെങ്കിൽ ഇത് 1, ഇത് 2, ഇത് 3, 4, 5. ഇവിടെ നമുക്ക് 3-methyl തന്നെയാണ്. 3-methyl ഗ്രൂപ്പ് അല്ല നമുക്ക് വേണ്ടത്. 4-methyl pent2-enol ആണ് വേണ്ടത്. അതും ആൻസർ അല്ല. ദിസ് ഓൾസോ 1, 2, 3, 4, 5 അത് 2-methyl ആണ് വരിക. 2-methyl അല്ല നമുക്ക് വേണ്ടത്, 4-methyl ആണ് വേണ്ടത്. അതും ആൻസർ അല്ല. ഓക്കെ, നെക്സ്റ്റ് കേസിൽ ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5. ഇവിടെ നമുക്ക് ആൻസർ വരുന്നത് 4-methyl. യെസ്, 4-methyl pent2-en ഉണ്ട്. 2ൽ ഡബിൾ ബോണ്ട് ഉണ്ട്. 2-enol ആൾഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ട്. 2-enol. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ നമ്പർ 4 ആണ്. 4-methyl pent2-enol. So correct answer is option number 4. Okay, yes. Next 71. Mass list 1 with list 2. List 1 molecule list 2 shape ആണ് തന്നിരിക്കുക. നമുക്ക് BRFI നമുക്ക് ഷേപ്പ് കണ്ടുപിടിക്കാൻ പല രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് വാലൻസ് ഇലക്ട്രോൺ മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ബ്രോമിൻ, ഹാലജൻ ടോട്ടൽ 1, 2, 3, 4, 5, 6, 7 വാലൻസ് ഇലക്ട്രോൺ. 5 ബ്രോമിനായിട്ടാണ് അതിലേക്ക് ബോണ്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. ബ്രോമിൻ അല്ല, ഫ്ലൂറിൻ. ഓക്കെ, ഫ്ലൂറിൻ 1, 2, 3, 4, 5. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കുന്നത് 5 ബോണ്ട് പെയർ ഉണ്ട്, ഒരു ലോൺ പെയർ ഉണ്ട്. 5 ബോണ്ട് പെയറും ഒരു ലോൺ പെയറുമാണ് ഉള്ളതെങ്കിൽ അത് സ്ക്വയർ പിരമിഡലാണ്. സ്ക്വയർ പിരമിഡൽ. അപ്പോൾ എക്ക് മാച്ച് ആകുന്നത് 4 ആണ്. എക്ക് മാച്ച് ആകുന്നത് 4. അടുത്ത H2O ആണ്. നമുക്കറിയാം H2Oയുടെ ഷേപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബെൻഡ് ഷേപ്പാണ്. നേരെ അങ്ങ് എഴുതിയേക്കാം. അതിൽ 2 ലോൺ പെയർ ഉണ്ട്. ഇപ്പോൾ 2 ബോണ്ട് പെയർ ഉണ്ട് പ്ലസ് 2 ലോൺ പെയർ ഉണ്ട്. അത് ബെൻഡ് ഷേപ്പാണ് വരിക. സോ 3 ആണ് വരിക. ബിക്ക് മാച്ച് ആകുന്നത് 3. ഇനി അടുത്തത് ClF3 ആണ്. ക്ലോറിൻ ആണ്, ഹാലജൻ ആണ്. 1, 2, 3, 4, 5, 6, 7 ClF3 ആണ് വരിക. 1, 2, 3. ഇവിടെ 3 ബോണ്ട് പെയർ ഉണ്ട്, അതുപോലെ തന്നെ 2 ലോൺ പെയർ ഉണ്ട്. ഇതിനെ നമുക്ക് T ഷേപ്പ് എന്നാണ് വിളിക്കുക അല്ലേ. 3 ബോണ്ട് പെയർ പ്ലസ് 2 ലോൺ പെയർ T ഷേപ്പാണ് വരിക. സോ 1. ഇതിന് മാച്ച് ആകുന്നത് 1. അടുത്ത SF4 ആണ്. SF4 സൾഫർ 1, 2, 3, 4, 5, 6. SF4 ആണ് വരിക. 1, 2, 3, 4. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ 4 ബോണ്ട് പെയർ ഉണ്ട് പ്ലസ് 1 ലോൺ പെയർ ഉണ്ട്. 4 ബോണ്ട് പെയർ ലോൺ പെയർ സീസോയ വരിക. സീസോ ഷേപ്പ് വരും. അപ്പം 2 വരും. സോ നമുക്ക് കറക്റ്റ് ആൻസർ ഏതാ? എക്ക് മാച്ച് ആകുന്നത് 4 ആണ്, ബിക്ക് മാച്ച് ആകുന്നത് 3 ആണ്, സിക്ക് മാച്ച് ആകുന്നത് 1 ആണ്, ഡിക്ക് മാച്ച് ആകുന്നത് 2 ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 4. യെസ്, സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 4. കിട്ടിയില്ലോ അല്ലേ? ഓക്കെ, ഇതൊക്കെ പല രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ഞാൻ ഒരു മെത്തേഡ് ജസ്റ്റ് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അടുത്തത് 72. The final product A formed in the following multi-step reaction sequence is. ഓക്കെ, നമുക്ക് ഈ റിയാക്ഷൻ എഴുതി നോക്കാം. ഒരു ബ്രോമോ ബെൻസീൻ നമുക്ക് തന്നിട്ടുണ്ട്.
ഇതാണ് നമുക്ക് ഫസ്റ്റ് തന്നിരിക്കുന്ന ഒരു ബ്രോമോ ബെൻസീൻ തന്നിരിക്കുന്നു. പിന്നെ ഫസ്റ്റ് മഗ്നീഷ്യം ഈതർ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് മഗ്നീഷ്യം MgBr ആയിട്ട് മാറും. ഇവിടെ MgBr വരും, MgBr. ഇനി എന്നാ കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡിന് നമുക്ക് C ഇങ്ങനെ എഴുതിയാലോ, കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഈ ഒരു ബോണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, ഇത് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊടുക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് കിട്ടുന്ന എന്താണ്, നമ്മുടെ COONGBr അല്ലേ. പിന്നെ ഇത് നമുക്ക് ട്രീറ്റ് ചെയ്യുന്ന H+ വെച്ച്, അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് COOH. ഇനി ഇത് NH3യുടെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യണം, അപ്പോൾ അമൈഡാവും. NH3യുടെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുന്നു. സോ C ഡബിൾ ബോണ്ടോ NH2. ഇത് നമുക്ക് ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷൻ അല്ലേ. Br2 NaOH. ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷൻ്റെ പ്രോഡക്റ്റ് NH2. ഓക്കെ, ഇപ്പോൾ സോ ദ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ നമ്പർ 2. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഗ്രിഗ്നാൻഡ് റിയേജൻ്റ് ആവുന്നു. പിന്നെ നമ്മൾ CO2 വെച്ച് നമ്മുടെ COOMGBr H+COH NH3 അമൈഡ്, പിന്നീട് ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷൻ, ഫൈനൽ പ്രോഡക്റ്റ് ഓപ്ഷൻ നമ്പർ 2. കിട്ടിയില്ല അല്ലേ? ഓക്കെ, സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 2. നെക്സ്റ്റ് 73. In the given reaction, identify the reagent A and reagent B. ഇവിടെ റിയേജൻറ്റ് എയും ഇവിടെയുള്ള റിയേജൻറ്റ് ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അവസാനം വേണ്ടത് നമുക്കൊരു ആൽഡിഹൈഡാണ് വേണ്ടത് അല്ലേ. നമുക്ക് ടൊളുവിനിൽ നിന്ന് ഫൈനലി നമുക്കൊരു ആൽഡിഹൈഡിലേക്ക് എത്തിച്ചേരണം. അപ്പോൾ ഇവിടെ നമ്മൾ എയുടെ സ്ഥാനത്ത് നമ്മൾ CrO3 ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, എയുടെ സ്ഥാനത്ത് ഉപയോഗിക്കുന്നതെങ്കിൽ CrO3 CH3CO twice O വരുമ്പോൾ നമുക്ക് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് കിട്ടുന്നയാൾ CHOCOCH3യുടെ ചോയ്സ് വരും. അത് H3O+ വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൽഡിഹൈഡ് കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഒരു റൂട്ട് കറക്റ്റാണ്. അപ്പോൾ എയുടെ സ്ഥാനത്ത് വരുന്നത് CrO3 ആണ്. ഇനി ഈ ഒരു റൂട്ടാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ CrO2Cl2 അല്ലേ. CrO2Cl2 + CS2. അപ്പോൾ CrO2Cl2 + CS2 ആണെങ്കിൽ നമുക്കിവിടെ കിട്ടുന്ന ഇൻ്റർമീഡിയറ്റ് CHOCrCl2OH twice. H3O+ വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൽഡിഹൈഡ് കിട്ടും. സോ ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എയുടെ സ്ഥാനത്ത് CrO3 ആണ്, അതുപോലെ തന്നെ ബിയുടെ സ്ഥാനത്ത് നമുക്ക് CrO2Cl2 ആണ്. സോ ദ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ നമ്പർ 2, CrO3 അതുപോലെ തന്നെ CrO2Cl2, എയും ബിയും. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ നമ്പർ 2. അടുത്തത് നമുക്ക് 74. Given below are two statements, one is labeled as assertion and other is labeled as reason. Assertion ഒരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്, ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് അല്ലൈൽ ഹാലൈഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യെസ്, ഹാലജൻ ആറ്റം ഈസ് ഡയറക്ട്ലി അറ്റാച്ച്ഡ് ടു an sp3 hybridized carbon atom next to a carbon-carbon double bond that is known as the allyl halide. ശരിയാണ്, ഹാലജൻ ആറ്റം ഡയറക്ട്ലി അറ്റാച്ച്ഡ് ടു an sp3 hybridized carbon atom next to a carbon-carbon double bond is a allyl halide. That's a correct statement. Reason: allyl halides are the compounds in which the halogen atom is attached to sp2 hybridized carbon atom. No, halogen atom is attached to sp3 hybridized carbon atom. So assertion true, reason is incorrect. In the light of the above statement, choose the most appropriate answer from the options given below. Assertion A is true but R is false. Answer is option number 1. Okay? Yes. Next 75. What happened to the freezing point of a benzene when small quantity of naphthalene is added to benzene? Depression of freezing point. Freezing point le depression sambhavikkum. That means decreasing. Okay. So the correct answer is option number 4, decreases. അവിടെ നമ്മൾ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുന്നു, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് സംഭവിക്കുന്നു, ഫ്രീസിംഗ് പോയിന്റ് ഡിക്രീസ് ചെയ്യപ്പെടുന്നു. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 4. ഓക്കെ, നെക്സ്റ്റ്
Mass list 1 with list 2, list 1 species, list 2 electronic configuration. Chromium 3 plus. നമുക്കറിയാം ക്രോമിയത്തിൻ്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? ക്രോമിയത്തിൻ്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3D 5 4s 1 ആണ്. അവിടെ തന്നിരിക്കുന്നത് ക്രോമിയം 2 പ്ലസ് ആണ്. ക്രോമിയം 2 പ്ലസ് ആണെങ്കിൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3D 4 4s 0. 3D 4 4s 0. ഓക്കെ, സോ തേർഡ് വൺ. അടുത്തത് MN, മാൻഗനീസ് 3D 5 4s2, 3D 5 4s2. മാൻഗനീസ് പ്ലസ് ആണെങ്കിൽ ദാറ്റ്സ് ബിക്കം 3D 5 4s1, 3D 5 4s1, 3D 5 4s1, ഫോർത്ത് വൺ. ഓക്കെ, നെക്സ്റ്റ് നിക്കൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3D 8 4s2. നിക്കൽ 2 പ്ലസ് ആണെങ്കിൽ 3D 8 4s0, 3D 8. ഓക്കെ, ഫസ്റ്റ് വൺ. അടുത്തത് വനേഡിയം 3D 3 4s2, 3D 3 4s2. വനേഡിയം പ്ലസ് ആണെങ്കിൽ ദാറ്റ്സ് 3D 3 4s1, 3D 3 4s1 2. എയ്ക്ക് മാച്ചാകുന്നത് 3 ആണ്, ബിക്ക് മാച്ചാകുന്നത് 4 ആണ്, സിക്ക് മാച്ചാകുന്നത് 1, ഡിക്ക് മാച്ചാകുന്നത് 2. ആൻസർ ഓപ്ഷൻ നമ്പർ 2. ക്ലിയർ ആണല്ലോ അല്ലേ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിച്ചാൽ മതി. ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയാവുന്ന ഏതൊരാൾക്കും ഈ ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ്. കോമ്പൗണ്ട് എ ഫോംഡ് ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ റിയാക്ട് വിത്ത് ബി ഗിവ് ദ പ്രോഡക്റ്റ് സി. ഫൈൻഡ് ഔട്ട് എ ആൻഡ് ബി. ഓക്കെ, എയും ബിയും കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് റിയാക്ഷൻ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം അല്ലേ? റിയാക്ഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. ആദ്യം തന്നിരിക്കുന്നത് CH3 C ട്രിപ്പിൾ ബോണ്ട് CH പ്ലസ് NA. അപ്പോൾ അവിടെ നമുക്ക് കിട്ടുന്നതായിരിക്കും CH3 C ട്രിപ്പിൾ ബോണ്ട് C മൈനസ് NA പ്ലസ്. ഇതല്ലേ കിട്ടുക. ഇനി നമുക്ക് ബി എന്ന് പറയുന്ന ആരെ ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് നമുക്ക് കിട്ടണം. ഈ പ്രോഡക്റ്റ് കിട്ടുക എന്ന് പറയുമ്പോൾ ഇത് 1 2 3 4 5 6 അല്ല, നമ്പർ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്നാണ് ഇടേണ്ടത്. ഇവിടുത്തെ നമ്പർ ഇടുകയാണെങ്കിൽ 1 2 3 4 5 6 കാർബൺ. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ ഓൾറെഡി എത്ര കാർബൺ ഉണ്ട്? 1 2 3 ഉണ്ട്. ഇനി ഒരു 3 കാർബണും കൂടെ വരണം. അപ്പോൾ നമുക്ക് ബി എന്ന് പറയുന്ന ആൾ ബി ആറ് CS2 CS2 CS3 ഉപയോഗിച്ചാൽ പോരെ. CH2 CH2 CH3. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് CH3 C ട്രിപ്പിൾ ബോണ്ട് C CH2 CH2 CH3. കാർബൺ നമ്പർ 1 2 3 4 5 6. സെക്കൻഡ് പൊസിഷനിൽ ട്രിപ്പിൾ ബോണ്ട് സെയിം കോമ്പൗണ്ട് തന്നെ കിട്ടും. അതിൻ്റെ കൂടെ നമുക്കൊരു NaBr കൂടെ കിട്ടും. യെസ്. അപ്പോൾ നമ്മുടെ എ എന്ന് പറയുന്ന ആളെയും ബി എന്ന് പറയുന്ന ആളെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എ എന്ന് പറയുന്ന സ്പീഷ്യസ് ഇതാണ് ദിസ് ഈസ് എ സ്പീഷ്യസ് എ ആൻഡ് ദിസ് ഈസ് എ സ്പീഷ്യസ് ബി. അപ്പോൾ എ ആയിട്ട് എടുക്കാൻ പറ്റുന്നത് CH3 C ട്രിപ്പിൾ ബോണ്ട് CNA പ്ലസ് C മൈനസ് NA പ്ലസ്. ഓക്കെ, ബി ആയിട്ട് എടുക്കാൻ പറ്റുന്നത് BR CS2 CS2 CS3. സോ എ ആൻഡ് ബി, ഓപ്ഷൻ നമ്പർ 1 ഈസ് എ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? ഓക്കെ, യെസ്. നെക്സ്റ്റ് 78. Following is a confirmatory test for the aromatic primary amines. Identify reagent A and B. Scarlet red dye finally form ചെയ്യണം അല്ലേ? അപ്പോൾ നമുക്കിവിടെ NH2 ഉണ്ട്. അപ്പോൾ NaNO2 വെച്ച് ട്രീറ്റ് ചെയ്താലാണല്ലോ N2 പ്ലസ് Cl മൈനസ് ആവുക, ഡൈസോണിയം സോൾട്ട് ആകുന്നത് NaNO2 വെച്ച് ട്രീറ്റ് ചെയ്യാം. അപ്പോൾ എ എന്ന് പറയുന്നത് NaNO2. അപ്പോൾ ഓപ്ഷൻ നമ്പർ 2 ആകാം, 3 ആകാം, 4 ആകാം. ഓക്കെ, ഇനി നമുക്ക് NaOHൻ്റെ പ്രസൻസിൽ സ്കാർലറ്റ് റെഡ് കിട്ടണമെങ്കിൽ നമ്മുടെ കോമ്പൗണ്ട് ആരാ? സ്കാർലറ്റ് റെഡ് കിട്ടുന്ന കോമ്പൗണ്ട് ഇതല്ലേ? OH N ഡബിൾ ബോണ്ട് NO പിന്നെ ബെൻസീൻ അല്ലേ? ഇതല്ലേ? ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റാണ് നമ്മുടെ സ്കാർലറ്റ് റെഡ് ഐ ആയിട്ട് കാണപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്പീഷ്യസ് നമുക്ക് കിട്ടിയേ പറ്റും. ഈ ഒരു സ്പീഷ്യസ് ഈ പറയുന്ന ഡൈസോണിയം സോൾട്ടുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന കംപ്ലീറ്റ് പ്രോഡക്റ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഉപയോഗിക്കേണ്ടത് ഏതാണ്?
NaNO2 വേണം എയുടെ സ്ഥാനത്ത് ഇൻ പ്രസൻസ് ഓഫ് HCl പ്ലസ് HCl 0 to 5 degree Celsius. ഓക്കെ, ഡൈസോണിയം സോൾട്ട് കിട്ടി. അത് നമുക്ക് ബി എന്ന് പറയുന്ന ആൾ ഈ ഒരു പർട്ടിക്കുലർ സ്പീഷീസ് ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്താലാണ് നമുക്ക് സ്കാർലറ്റ് റെഡ് കളർ കിട്ടുക. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 4. ഈ ഒരു പർട്ടിക്കുലർ സ്പീഷീസിനാണ് ആ ഒരു കളറുള്ളത്, സ്കാർലറ്റ് റെഡ് കളറുള്ളത് ഈ ഒരു കോമ്പൗണ്ടാണ്. ഈ ഒരു കോമ്പൗണ്ട് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബി എന്ന് പറയുന്ന സ്പീഷീസ് ഇതായിരിക്കണം. ഓക്കെ, യെസ്. നെക്സ്റ്റ് 79. The Lessons test extract is boiled with dilute HNO3 before testing for halogen because എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കറിയാം നമ്മുടെ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഈസ് ട്രീറ്റഡ് വിത്ത് ഡൈല്യൂട്ട് SNO3. അതിൻ്റെ കാരണം Na2S ആൻഡ് NaCnR ഡീകമ്പോസ്ഡ് ബൈ SNO3 ആണ്. അതിൻ്റെ അകത്ത് കാണപ്പെടുന്ന സൾഫൈഡ് അല്ലെങ്കിൽ നൈട്രജൻ പോലുള്ള ആൾക്കാരെ Na2S ആൻഡ് NaCnR ഡീകമ്പോസ്ഡ് ബൈ SNO3. സോ ദ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ നമ്പർ 4. Na2S ആൻഡ് NaCnR ഡീകമ്പോസ്ഡ് ബൈ SNO3. ഓക്കെ, നെക്സ്റ്റ് 80. Choose the correct statement from the following. Ethane 1,2-diamine is chelating ligand. യെസ്, ആ ഒരു ബൈഡൻ്റെ ലിഗാൻഡാണ്, തീർച്ചയായിട്ടും ചിലേറ്റിംഗ് ലിഗാൻഡ് അറ്റാക്ട് ചെയ്യാൻ പറ്റും. അടുത്ത്, മെറ്റാലിക് അലുമിനിയം ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഇലക്ട്രോലിസിസ് ഓഫ് അലുമിനിയം ഓക്സൈഡ് ഇൻ പ്രസൻസ് ഓഫ് ക്രയോലൈറ്റ്. ശരിയാണ്, നമ്മുടെ ഹാൾസ്-ഹെറോൾസ് പ്രോസസ്സാണ്. സോ ദ കറക്റ്റ് ആണ്, ബിയും കറക്റ്റ് തന്നെയാണ്. അടുത്തത്, സയനൈഡ് അയോൺ ഈസ് യൂസ്ഡ് ആസ് എ ലിഗാൻഡ് ഫോർ ലീച്ചിങ് ഓഫ് സിൽവർ. ദാറ്റ്സ് ഓൾസോ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. മെറ്റലർജി ചാപ്റ്ററിനകത്ത് നമ്മളത് പഠിക്കുന്നതാണ്. അടുത്ത, ഫോസ്ഫൈൻ ആക്ടസ് എ ലിഗാൻഡ് ഇൻ വിൽക്കിൻസൺസ് കാറ്റലിസ്റ്റ്. ഇല്ല, വിൽക്കിൻസൺസ് കാറ്റലിസ്റ്റ് എന്ന് പറയുമ്പോൾ RHPPH3 ട്രൈസ് Cl ആണ്. ഇതിൻ്റെ അകത്ത് ട്രൈഫിനൈൽ ഫോസ്ഫൈൻ ആണ്, അല്ലാതെ ഫോസ്ഫൈൻ അല്ല. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഇൻകറക്റ്റ് വൺ. The stability constant of calcium 2+ and Mg2+ are similar with EDTA complex. തെറ്റാണ്, കാൽഷ്യം 2+ലാണ് സ്റ്റെബിലിറ്റി കോൺസ്റ്റൻറ്റ് കൂടുതലുള്ളത് അല്ലേ. സോ ദ സ്റ്റെബിലിറ്റി കോൺസ്റ്റൻറ്റ് രണ്ടുപേരുടേതും സെയിം അല്ല. ഓക്കെ, അപ്പോൾ അതിനകത്ത് ചൂസ് എ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. ABC ആണ്, ABC only. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 3. ഓപ്ഷൻ നമ്പർ 3 is a correct answer. Okay, yes. Next is section B. First question, the rate of first order reaction is 0.04 mole per liter per second at 10 minutes and 0.03 mole per liter per second at 20 minutes. After initiation, half-life of the reaction is. Half-life കണ്ടുപിടിക്കണം. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആകുമ്പോൾ നമുക്ക് ടി ഹാഫിൻ്റെ ഇക്വേഷൻ അറിയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ കെ ആണ്. സോ ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1. കെ വാല്യൂ അറിയില്ല. ഫസ്റ്റ് ഓർഡർ ആണ്, കെ വാല്യൂ കണ്ടുപിടിക്കാം. കെ ദാറ്റ് ഈസ് ഈക്വൽ ടു 2.303 ഡിവൈഡഡ് ബൈ ടി. റിയാക്ഷൻ നടന്ന ടൈം, എത്ര ടൈം റിയാക്ഷൻ നടന്നു? 10 മിനിറ്റിലാണ് നമ്മൾ മെഷർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. 20 മിനിറ്റിൽ നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്തു, മെഷറിങ് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ 10 മിനിറ്റാണ് റിയാക്ഷൻ സംഭവിച്ചിരിക്കുക. ഇൻറ്റു ലോഗ്. ഇനീഷ്യലി ഉണ്ടായിരുന്ന കോൺസെൻട്രേഷൻ 0.04 ആണ്, ഫൈനൽ കോൺസെൻട്രേഷൻ 0.03 ആണ്. R0 ഡിവൈഡഡ് ബൈ R. So K that is equal to 2.303 divided by 10 into log 4 minus log 3 വരും. So K that is equal to 2.303 divided by 10 log 4 value 0.6 minus 0.477. Okay. ഇത് നമ്മൾ സോൾവ് ചെയ്താൽ കിട്ടുന്ന K വാല്യൂ that is equal to 0.029 കിട്ടും. അങ്ങനെയെങ്കിൽ put it in equation number 1. Put it in equation number 1. The half-life period T half that is equal to 0.693 divided by 0.029. That's approximately equal to 24 എന്ന് കിട്ടും. 24. So the correct answer is 24. Okay. Half-life of the reaction is dash minute ആണ്, 24 minute ആയിരിക്കും. So the correct answer 24 minute. Okay. Next. The pH at which MgOH twice Ksp being to precipitate from a solution containing 0.1 molar Mg2 plus ion is. ആദ്യം MgOH twice is in equilibrium with Mg2 plus 2OH minus. അങ്ങനെയാണെങ്കിൽ Ksp that is equal to concentration of Mg2 plus into concentration of OH minus in the square. So Ksp that is equal to, Ksp യുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. Ksp യുടെ വാല്യൂ എത്രയാണ്? 10 raised to minus 11. Okay, 10 raised to minus 11 that is equal to concentration of Mg2 plus തന്നിട്ടുണ്ടല്ലോ, 0.1 തന്നിട്ടുണ്ട്. 0.1 into concentration of OH minus in the square വരും. ഓക്കെ, Mg2 പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ ക്വസ്റ്റ്യൻ തന്ന് നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു.
അങ്ങനെയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസിൻ്റെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻⁻10 വരും. കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻⁻5 വരും. 10⁻⁻5. അങ്ങനെയെങ്കിൽ നമുക്ക് OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ ഉപയോഗിച്ച് ഡയറക്റ്റ് POH കണ്ടുപിടിക്കാം. Therefore POH that is equal to negative log concentration of OH minus 10⁻⁻5. That's equal to minus into minus 5 into log 10. That's equal to 5 ആണ് വരിക. So pH that is equal to 14 minus 5 that is equal to 9. So the correct answer is 9. Okay, നമുക്ക് POH അല്ല വേണ്ടത്, PH ആണ് വേണ്ടത്. So PH that's equal to 14 minus POH ചെയ്യുക, that's equal to 9 എന്ന ആൻസർ കിട്ടും. So the correct answer is 9. Okay, yes. നെക്സ്റ്റ് 83 നമുക്കൊരു ഡയഗ്രം ഒക്കെ തന്നിട്ടുണ്ട്. An ideal gas undergo a cyclic transformation starting from the point A and coming back to the same point by tracing the path ABCA. ഇതാണ് ABCA. ഓക്കെ, സൈക്ലിക് പാത്ത് തന്നെ. As shown in the diagram. The total work done in the process is, നമുക്ക് നേരെ ആ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി അല്ലേ. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഹാഫ് BH ചെയ്യണം. ഓക്കെ, അപ്പോൾ വർക്ക് ഡൺ അല്ല നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, വർക്ക് ഡൺ ദാറ്റ്സ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ കണ്ടുപിടിച്ചാൽ മതി, ഹാഫ് BH. സോ ഹാഫ് ഇൻറ്റു ബി എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് അല്ലേ, അപ്പോൾ 30 മൈനസ് 10. ഇനി ഇത് ബേസ് അല്ലേ, ഓക്കെ, ഇത് 30 മൈനസ് 10. ഓക്കെ, ഇനി ഇത് H, അതും 30 മൈനസ് 10 തന്നെയാണ്. ഓക്കെ, 30 മൈനസ് 10 BH. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇത് എത്രയാണ്, 20 ഇൻറ്റു 20. അപ്പോൾ 10 വരും, 10 ഇൻറ്റു 20 ദാറ്റ് ഈസ് ഈക്വൽ ടു 200. സോ ദ കറക്റ്റ് ആൻസർ ഈസ് 200. ഓക്കെ, യെസ്. ചുമ്മാ ട്രയാങ്കിളിൻ്റെ ഏരിയ മാത്രം കണ്ടുപിടിച്ചാൽ മതി, ഹാഫ് BH എന്ന് പറഞ്ഞ ഇക്വേഷനകത്ത് വാല്യൂ കൊടുത്താൽ മതി. ഇത് ബേസ്, ഇത് നമുക്ക് 30 മൈനസ് 10, ഇത് ഹൈറ്റ്, അതും 30 മൈനസ് 10. അപ്പോൾ 20 ഇൻറ്റു 20 all divided by 2 വരും, ദാറ്റ്സ് ഈക്വൽ ടു 200. ഓക്കെ, യെസ്. നെക്സ്റ്റ്, ദ IUPAC നെയിം ഓഫ് ആൻ എലമെൻറ്റ് നമുക്ക് സിമ്പിൾ തന്നിട്ടുണ്ട്. ദെൻ ദ എലമെൻറ്റ് ബിലോങ്സ് ടു nth ഗ്രൂപ്പ് ഓഫ് പീരിയോഡിക് ടേബിൾ, ദ വാല്യൂ ഓഫ് n ഈസ്. ഓക്കെ, നമുക്ക് nth ഗ്രൂപ്പിലാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഗ്രൂപ്പാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആദ്യം തന്നെ ഇതിൻ്റെ അറ്റോമിക് നമ്പർ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അണ്ണ്, അപ്പോൾ 1, എഗെയിൻ അണ്ണ് 1, എഗെയിൻ അണ്ണ് 1, പിന്നെ IUM. അപ്പോൾ അതിൻ്റെ അറ്റോമിക് നമ്പർ വരുന്നത് 111 ആണ്. ദെൻ ദ എലമെൻറ്റ് ബിലോങ്സ് ടു ദ nth ഗ്രൂപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 12th ഗ്രൂപ്പ് നമുക്ക് 118 എലമെൻ്റ് ആണുള്ളത്, അറ്റോമിക് നമ്പർ 118 വരുന്നത് നമ്മുടെ 18th ഗ്രൂപ്പിലാണ്. 117 വരുന്നത് നമ്മുടെ 17th ഗ്രൂപ്പിലാണ്. 116 വരുന്നത് 16th ഗ്രൂപ്പിലാണ്. 115 വരുന്നത് 15th ഗ്രൂപ്പിലാണ്. അങ്ങനെയാണെങ്കിൽ 114 വരുന്നത് 14th ഗ്രൂപ്പിലാണ്. 113 വരുന്നത് 13th ഗ്രൂപ്പിലാണ്. 112 വരുന്നത് 12th ഗ്രൂപ്പിലാണ്. 111 വരുന്നത് 11th ഗ്രൂപ്പിലാണ്. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ വരുന്നത് 11th ഗ്രൂപ്പിലാണ് ഇത് പ്രസൻറ്റ് ഇരിക്കുക. ഓക്കെ, യെസ്. നെക്സ്റ്റ് 85. The total number of molecular orbitals formed by 2s and 2p atomic orbitals of the diatomic molecule. നമ്മുടെ 2s ഉപയോഗിച്ചുകൊണ്ട് സിഗ്മ 2s ഫോം ചെയ്യാം, അല്ലെങ്കിൽ സിഗ്മ സ്റ്റാർ 2s ഫോം ചെയ്യാം, വേറെ പോസിബിലിറ്റി ഒന്നുമില്ല. ഇനി 2p ഉപയോഗിച്ചുകൊണ്ടാണെങ്കിൽ സിഗ്മ 2pz ഉണ്ട്, സിഗ്മ സ്റ്റാർ 2pz ഉണ്ട്, പൈ 2px ഉണ്ട്, പൈ 2py ഉണ്ട്, പൈ സ്റ്റാർ 2px ഉണ്ട്, പൈ സ്റ്റാർ 2py ഉണ്ട്. ഇത്രയല്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ദ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്കുലർ ഓർബിറ്റൽസ് ഫോംഡ് ഫ്രം 2s ആൻഡ് 2p, 2sൽ നിന്ന് 2 എണ്ണം, 2pയിൽ നിന്ന് 1 2 3 4 5 6 എണ്ണം. അപ്പോൾ ടോട്ടൽ 2 + 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 8 എന്ന് വരും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് 8. ക്ലിയർ ആണോ? ഓക്കെ, ആൻസർ ഈസ് 8. നെക്സ്റ്റ് 86. On a thin layer chromatographic plate,
an organic compound moved by 3.5 centimeter, while the solvent moved by 5 centimeter. The retardation factor of the organic compound is. നമ്മൾ RF വാല്യൂ കണ്ടുപിടിച്ചാൽ മതി അല്ലേ. റിട്ടാർഡേഷൻ ഫാക്ടർ നമ്മുടെ RF that is equal to distance travelled by the compound divided by distance travelled by the compound divided by distance travelled by the solvent. Distance travelled by solvent. Distance travelled by the compound, that's equal to 3.5 divided by solvent move with the 5, that's equal to 0.7. Other, that's equal to 7 into 10 raised to minus 1 എന്ന് എഴുതാം. സോ നമ്മുടെ ആൻസർ വരുന്നത് 7 into 10 raised to minus 1, 7. ഓക്കെ, യെസ്. നെക്സ്റ്റ് 87. The compound formed by the reaction of ethanol with semi-carbazide containing dash number of nitrogen atom. ethanol, അപ്പോൾ CH3CHO, CH3CHO, ethanol, semi-carbazide, അപ്പോൾ NH2, NHCO, NH2. ഇവിടെ ഞാൻ ഈ NH2നെ തിരിച്ചെഴുതാണേ, H2N എന്ന് എഴുതാം, H2N. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നൊരു H2ഓടെ എലിമിനേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് CH3 CH ഡബിൾ ബോണ്ട്. ഇവിടെ നമുക്ക് കറക്റ്റ് ബോണ്ടിങ് പാറ്റേൺ എഴുതുകയാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ എഴുതിയേക്കാം. CH ഡബിൾ ബോണ്ടോ അല്ലേ, ഇതിൻ്റെ അകത്ത് നിന്ന് ഇതാക്കട്ടായിപ്പോയി. അപ്പോൾ ഡബിൾ ബോണ്ട് NH C ഡബിൾ ബോണ്ടോ NH2. ഈ ഒരു കോമ്പൗണ്ടിൻ്റെ അകത്ത് എത്ര ടോട്ടൽ നമ്പർ ഓഫ് നൈട്രജൻ ആറ്റം ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ദിസ് ഇസ് 1 നൈട്രജൻ, ദിസ് ഇസ് അനദർ നൈട്രജൻ, ദിസ് ഇസ് അനദർ നൈട്രജൻ. ടോട്ടൽ 3 ഈസ് ദി ആൻസർ. ടോട്ടൽ നമ്പർ ഓഫ് 3 നൈട്രജൻ ആറ്റം. ഇവിടെ നൈട്രജൻ ഉണ്ട്, ഇത് സെക്കൻഡ് വൺ, അത് തേർഡ് വൺ. ടോട്ടൽ 3 നൈട്രജൻ ആറ്റം. സോ കറക്റ്റ് ആൻസർ 3 വരും. ഓക്കെ, അടുത്തത് 88. 0.05 centimeter thick containing of silver is deposited on a plate of 0.05 meter square area. The number of silver atoms deposited on the plate dash into 10 raised to 23. Atomic mass of silver 108, density 7.9 gram per centimeter cube ഒക്കെ തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാൻ പറ്റുന്നത് വോളിയം കണ്ടുപിടിക്കുക അല്ലേ. വോളിയം ഓഫ് സിൽവർ ഡിപ്പോസിറ്റഡ്, വോളിയം ഓഫ് സിൽവർ ഡിപ്പോസിറ്റഡ്, വോളിയം ഓഫ് സിൽവർ deposited, that is equal to thickness തന്നിട്ടുണ്ടല്ലോ 0.05 into centimeter thick coating of a silver it is deposited on a plate 0.05 meter square. അപ്പോൾ 0.05 into 1000 കൂടെ വരും. that is equal to 25 centimeter square. ഓക്കെ, ഇനി നമുക്ക് നമ്പർ ഓഫ് സിൽവർ ആറ്റം കണ്ടുപിടിക്കണമെങ്കിൽ നമ്പർ ഓഫ് മോൾ കിട്ടണം. നമ്പർ ഓഫ് മോൾ കിട്ടണമെങ്കിൽ നമുക്ക് ആദ്യം മാസ് കിട്ടണം. അങ്ങനെയാണെങ്കിൽ മാസ് ഓഫ് സിൽവർ ഡിപ്പോസിറ്റഡ്, മാസ് ഓഫ് സിൽവർ ഡിപ്പോസിറ്റഡ്, അത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഡെൻസിറ്റി തന്നിട്ടുണ്ട്. ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഡിവൈഡഡ് ബൈ വോളിയം ആണ്. അങ്ങനെയാണെങ്കിൽ മാസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഡെൻസിറ്റി ഇൻറ്റു വോളിയം നമ്മൾ ചെയ്യാൻ പോവാണ്. സോ ഡെൻസിറ്റി എത്രയാണ്? 7.9 ഇൻറ്റു വോളിയം 25. ഓക്കെ, അപ്പോൾ നമുക്ക് മാസ് കിട്ടി. മാസ് കിട്ടിയാൽ നമ്പർ ഓഫ് മോൾ കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് മോള് ദാറ്റ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ചെയ്താൽ മതി. ഗിവൺ മാസ് നമുക്ക് 7.9 ഇൻറ്റു 25. വോളിയം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. ഓൾ ഡിവൈഡ് ബൈ മോളാർ മാസ് 108 തന്നിട്ടുണ്ട്, 108. ഇനി നമുക്ക് നമ്പർ ഓഫ് സിൽവർ ആറ്റം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്പർ ഓഫ് ആറ്റം അവഗാഡ്രോ നമ്പറോട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 7.9 ഇൻറ്റു 25 ഡിവൈഡഡ് ബൈ 108 ഇൻറ്റു 6.022 ഇൻറ്റു 10 റൈസ് ടു 23. ഇത് നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു 11 ഇൻറ്റു 10 റൈസ് ടു 23 എന്ന് കിട്ടും. 11 ഇൻറ്റു 10 റൈസ് ടു 23. ആൻസർ വരുന്നത് 11 വരും. 11 ഈസ് ദ ആൻസർ. ഓക്കെ, യെസ്.
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 89. 2MnO4 minus A plus Bi minus A plus CH2O gives Xi2 plus YMnO2 plus ZOH minus. If the above equation is balanced with the integer coefficients, the value of Z is. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ അകത്ത് ഇതിനെ ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് റിഡക്ഷൻ ഹാഫ് സെല്ലും ഓക്സിഡേഷൻ ഹാഫ് സെല്ലും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ബാലൻസ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം റിഡക്ഷൻ ഹാഫ് സെല്ല് നോക്കുകയാണെങ്കിൽ റിഡക്ഷൻ ഹാഫ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ MnO4 മൈനസ് എത്ര 2MnO2 ആകണ്ടേ, MnO2 ആകണം. നമ്മൾ ബാലൻസ് ചെയ്യുകയാണെങ്കിൽ 2MnO4 മൈനസ് പ്ലസ് 4H2 അല്ലേ, 4H2O 2MnO2 പ്ലസ് 8OH മൈനസ്. അപ്പോൾ ചാർജ് ബാലൻസ് ചെയ്യണമെങ്കിൽ പ്ലസ് 6 ഇലക്ട്രോണും കൂടെ വരും. റിഡക്ഷൻ ഹാഫ് കിട്ടി. ഇതേപോലെ നമുക്ക് ഓക്സിഡേഷൻ ഹാഫ് കൂടെ ചെയ്താം. ഓക്സിഡേഷൻ ഹാഫ് 2I മൈനസ് ഗീവ്സ് I2 പ്ലസ് 2 ഇലക്ട്രോൺ. അങ്ങനെയാണെങ്കിൽ ഇത് ബാലൻസ് ചെയ്യണമെങ്കിൽ 6I മൈനസ് ചാർജ് ബാലൻസ് ആകണ്ടേ, 6I മൈനസ് ഗീവ്സ് 3I2 പ്ലസ് 6 ഇലക്ട്രോൺ അല്ലേ. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ റിയാക്ഷൻ കിട്ടും. നമ്മുടെ ഓക്സിഡേഷൻ ഹാഫും റിഡക്ഷൻ ഹാഫും കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ 2MnO4 മൈനസ് പ്ലസ് 4H2O പ്ലസ് 6 ഇലക്ട്രോൺ ക്യാൻസലായി പോകും. പിന്നെ 6I മൈനസ് ഗീവ്സ് 2MnO2 പ്ലസ് 8OH മൈനസ് പ്ലസ് 3I2. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാലൻസ് ഇക്വേഷൻ നമ്മൾ ബാലൻസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം 2MnO4 മൈനസ്. ഓക്കെ, ഇനി ബിയുടെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് 6 ആണ്. ദിസ് ഇസ് Bi മൈനസ് പ്ലസ് C4H2O ഇസ് Xi2 എന്ന് പറയുമ്പം ഇതാണ് X 3I2. YMnO4 മൈനസ് YMnO2 2MnO2 പ്ലസ് ZOH മൈനസ് Z 8OH മൈനസ്. സോ ഇസഡിൻ്റെ സ്ഥാനത്ത് വന്നിരിക്കുന്ന 8 ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് 8. ഓക്കെ, ദ വാല്യൂ ഓഫ് ഇസഡ് ആണ് കണ്ടുപിടിക്കുന്നത്. ദാറ്റ്സ് 8. ജസ്റ്റ് ഇക്വേഷൻ ബാലൻസ് ചെയ്താൽ മാത്രം മതി, നമുക്ക് ആൻസർ കിട്ടും. സോ ദ ആൻസർ ഈസ് 8. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. The mass of a sodium acetate CS3CONA required to prepare 250 ml of 0.35 molar aqueous solution is dash gram. Okay, molarity equation, that is equal to number of mole divided by volume in liter. അങ്ങനെയാണെങ്കിൽ number of mole that is equal to molarity into volume in liter. Number of mole എന്ന് പറയുമ്പോൾ given mass divided by molar mass ആണ്. That is equal to molarity into volume in liter. So given mass that is equal to molarity into volume in liter into molar mass. This is molar mass, right? Molar mass into molar mass. So നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. given mass that is equal to molarity എത്രയാണ് നമുക്ക് വേണ്ടത്? 0.35 into വോളിയം ഇൻ ലിറ്റർ ആണ്. വോളിയം 250 ml ആകുമ്പോൾ നമുക്ക് 0.25 ലിറ്റർ വരും. ഇൻറ്റു മോളിക്കുലർ മാസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 82.02. ഇത് ചെയ്താൽ ദാറ്റ്സ് ഈക്വൽ ടു 7.18 എന്ന് കിട്ടും. ദാറ്റ്സ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 7 നമുക്ക് ആൻസർ ആയിട്ട് എടുക്കാം. 7. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ്. എല്ലാം തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഈ എക്സാം കഴിഞ്ഞതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ കംപ്ലീറ്റ് ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് നമുക്കറിയാം. എന്നിരുന്നാലും ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹെൽപ്ഫുൾ ആകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും കൂടെ ഡിസ്കസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനിയുള്ള അടുത്ത സെഷന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എല്ലാ വിഷസും താങ്ക് യു സോ മച്ച്.